എന്തെങ്കിലും കാണാൻ പറ്റും മെയിനായിട്ട്. ഇത് കടുവ അടക്കം പിടിക്കും, എന്തെങ്കിലും അടിക്കും. ഇതെൻ്റെ ഇതല്ല മറ്റേ ഇത് ഫുഡൊന്നും ഉണ്ടല്ലോ, ഇത് മാത്രം ഇട്ടാൽ മതിയല്ലേ? ഇതിന് കണ്ണിന് വലിയ മീൻ വന്ന് പിടിക്കുമല്ലോ ഇതിനല്ലേ? ചെറിയ എല്ലാം പിടിക്കുമല്ലോ. മിനിമം ഈ സൈസിൽ പിടിക്കും. കുറേ അല്ല, മെയിൻസാണ്. ഇതെന്നും ഉണ്ടല്ലോ ഇഷ്ടം വരുന്നത്. വെള്ളത്തിൽ ഇത് സാൽമൺ ഫിഷ് എന്ന് അറിയാം. ഇന്ത്യൻ സാൽമൺ എന്ന് പറയും. ഒരു സീസൺ ടൈം വരും സാൽമൺ. അതിനെ പിടിക്കണ്ടേ? ഇത് ടോപ്പ് വാട്ടറിലെ ഇത് ഏത് മീനായിട്ട് അടിക്കും ടോപ്പ് വാട്ടറിൽ. ഇതിപ്പം ഇതാണ് പോപ്പിംഗ് ലൂർ എന്ന് പറയുന്നത്. ഇത് വെള്ളത്തിന് മേലിട്ടല്ലേ ഉന്തിക്കും, ഇങ്ങനെ പോപ്പ് ചെയ്യല ഇങ്ങനെ വലിക്കുന്ന. അപ്പോൾ മേലിലെ വാമീനല്ലേ, വാമീൻ സീസൺ ആയിരുന്നെങ്കിൽ ഇതിട്ട വാമീൻ അടിച്ച് പോയി. ഇതിൽ കാളാഞ്ചി ഡീപ്പ് വാട്ടർ എന്ന് പറയുന്നത്. ഇത് അത്രയും ഇതിലേക്ക് കൂടി സഞ്ചരിച്ച് വരുന്നതാണ്. അത്രയ്ക്ക് ഡീപ്പ് വാട്ടറിൽ ഡീപ്പിലേക്ക് പോകും ഡെപ്ത്. ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ വെക്കും. ഇത് വലിക്കാൻ തുടങ്ങിയെങ്കിൽ ഡീപ്പിലേക്ക് ഇങ്ങനെ പോകും. ഈ സാധനം കണ്ട ഇത് ഡെപ്ത്, ഇത് വാട്ടറിൻ്റെ ഡീപ്പിലേക്ക് പോകുന്ന ഇത് ഡെപ്ത് നോക്കുന്ന സംഭവം. ഇത് ഓരോന്നിനും ഓരോ ഇത് ഇതുണ്ട്. ഇതിന് ചെറുതായിരിക്കും കേട്ടോ. ഇതൊരു 1 മീറ്റർ 1.5 മീറ്റർ ഡെപ്തിലേക്ക് സഞ്ചരിക്കും. 1.5 മീറ്ററിൽ പോയാൽ പിന്നെ ഇങ്ങനെ പോകും. ഇത് ഹൈ ഡെപ്താണ്. അടിയിലുള്ള മീനെല്ലാം ടാർഗറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇത് സംഭവം ഇത് വേറെ ഇത് നല്ല ആക്ഷനാണ്. ഇത് ചാനായ മീനില്ലേ, ഇരിക്കാനായ മീൻ വരുന്നത് മീന് തരുന്നത്. ഇത് കണ്ടിന് വേറെ മീൻ ഒന്ന് അറ്റാക്ക് ചെയ്തല്ലേ? ഇത് വേറെ ചൂണ്ടല്ലേ ഇത്? മെയിനായിട്ട് അമൂറിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അമൂർ മെയിൻ ആയിരിക്കും അതിൻ്റെ അല്ലേ? അമൂറിനെ അടിക്കുന്നില്ല, അത്ര ക്വാളിറ്റിയിലെ ചൂണ്ടിലായിരിക്കും അടിച്ചടിച്ച് അങ്ങനെ മീൻ എല്ലാ മീനും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ദിവസമാണ് ഇത് കുഴപ്പത്തിലടിച്ചു കളിക്കുളത്തിൽ. പൊതുവെ ഏതാ ഇടല്? സ്റ്റിമ്പിൽ നല്ല റിസൾട്ട് ഇല്ല. ഇതിനെ പിടിക്കാൻ വേണ്ടിയാണ്. ഇത് ചെമ്പല്ലി, കാളാഞ്ചി, അമൂറ് എല്ലാം പോകും. മെയിനായിട്ട് ചെമ്പല്ലി അമൂറിനെ അമ്മ പിടിക്കാൻ പോയിരിക്കുന്നത്. ഇങ്ങനെ ഇടും, എന്നിട്ട് പതുക്കെ ഇങ്ങനെ വലിക്കും, ഇങ്ങോട്ട് ഉള്ളിക്കും. ഇത് ഇങ്ങോട്ട് ഉള്ളി വരും, ഇത് ഒന്നുകൂടി ഉള്ളിക്കും. ആ ഏരിയയിൽ എന്താ കടിക്കുന്നത്? നമ്മൾ വലിക്കുന്ന സ്ഥലത്ത് സാധനങ്ങൾ. ഇത് നമ്മളെ ഇത് കഴിച്ചെല്ലാം പിടിക്കുന്നത്. കഴിച്ചില്ല മീൻ കഴിച്ചില്ല മറ്റൊന്നും സ്നൈക്കർ ഫിഷില്ല. ഒട്ടിപ്പോന്നുണ്ടോ ഉപയോഗിക്കാണ്ട് വെച്ചിട്ട്. ചെമ്മീനെല്ലാം നശിച്ചു പോയാണ്ട് പരസ്പരം ഒട്ടിപ്പോവും. ഇത് കറുപ്പത്തിൽ അമൂറിനെ പിടിക്കുന്നത്. ഇത് സക്കറല്ലേ ഇതിനെ? മീൻ അടിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട മീൻ കാട്ടാമത്തെ മീൻ അടിച്ചു. ഇത് ഭയങ്കര ഇത് നല്ല കലക്ക് വെള്ളമില്ലേ? ഇത് ചൂണ്ടില്ലല്ലോ. ഇത് നല്ല കലക്ക് വെള്ളത്തിലടിക്കുന്നതാണ്. അതാ ലൈറ്റ് അടിക്കുമ്പോൾ അങ്ങനെ തിളങ്ങി വരില്ലേ? കലക്ക് വെള്ളമാണെങ്കിൽ തിളങ്ങും അല്ലേ? അതുപോലെ തന്നെ ഇത് എത്ര കലക്ക് വെള്ളമാണെങ്കിലും അടിക്കാം. അമൂറ് ഏറ്റവും നല്ല കലക്ക് വെള്ളത്തിൽ അമൂറുണ്ടാകും. പ്രകാശിക്കുന്നുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അത്ര വല്ല അമൂറിന് അത് കോഴിക്കോടെ നടക്കും. ഇല്ല അമൂറൊന്നും ഇത് ചൂണ്ടിയാ ഓരോന്ന് പൊട്ടുമ്പോൾ കെട്ടണ്ടേ? ഇത് സിവിലി. അത് ചൂണ്ടിയാ സിവിലെന്ന് പറയും സാധനം. ഇത് സ്നാപ്പ്. ഇത് മീൻ്റെ എൻ്റെ കൊടുത്താൽ ലീഡർ ലൈന് കെട്ടുന്നു. എനിക്ക് ഇതിന് കയറില്ല. ഇത് വെല്ലെങ്ങനെ പിടിക്കുന്നു കുറച്ച് 50 കിലോ 60 കിലോൻ്റെ മീൻ വരെ കയറി വരും അതിലല്ലേ? ഇത് അതിനെക്കാട്ടും വെല്ലെങ്ങനെ പിടിക്കുന്നുണ്ട്. ഇത് സിവിൽ എന്ന് പറയും, സ്നാപ്പ് എന്ന് പറയും. ഇത് സ്നാപ്പാണ്. ഇത് ചെറുതാണ്, പക്ഷെ ഇത് നല്ല മസ്റ്റാർഡിൻ്റെതാണ്. BKK ഇതിൻ്റെതാണ് കമ്പനി. ഭയങ്കര കമ്പനിയാണ് BKK അല്ലേ? നല്ല ലോഡ് കയറും. എൻ്റെ കയ്യിൽ പോയി കുറവാണ്
ചെറിയ ചെയ്യുന്നുണ്ട് അത് ചെറിയ ഇതിനെ പിടിക്കുന്നതാ കോയിലേനുണ്ട് ഏതിനാ കോയലനാ കോയല സാധാ ചൂണ്ട ചെമ്പരിയും കിട്ടുന്നു ആ സാധാ മീനെ പിടിക്കുന്നത് ജിഗിട്ട് ഇത് ഏത് മീനിനെ പിടിക്കുക കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ വാലിങ്ങനെ ഉണ്ട് ഇങ്ങനെ ആ അതിലേക്ക് ഇറക്കി വെക്കും അല്ലേ ഭയങ്കര റിസൾട്ട് അപ്പം ഒന്ന് കടിക്കലായിരിക്കും അല്ലേ തിളങ്ങുമല്ലേ ഇതുങ്ങളാ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അത് സാധാരണ ഏതാണ്ടല്ലേ ഞാൻ പിടിക്കുന്ന നമ്മൾ അങ്ങനെയല്ല ഓരോ വെള്ളത്തിന് കണക്കാം അതെയോ ഇന്നലെ ഞാൻ പോകുമ്പോൾ വെള്ളം കുറച്ച് കലക്ക് വെള്ളം കലക്കെന്ന് പറഞ്ഞാൽ നല്ല കലക്കുണ്ട് നല്ല കലക്കിലില്ല നല്ല കലക്കിൽ ഒന്നിക്കൽ ഇത് എനിക്ക് വലിയ റിസൾട്ട് കിട്ടിയില്ല കേട്ടോ കിട്ടിട്ട് പിന്നെ എൻ്റെ അടുത്ത് വൈറ്റ് ഉണ്ട് അതിൻ്റെ പ്യൂർ വൈറ്റ് റെഡ് ഹെഡ് എന്ന് പറയും അതായത് ഇത് ഫുൾ വൈറ്റ് ആയിരിക്കും ഇത് ഫുൾ വൈറ്റ് ഇതിൻ്റെ തലൻ്റെ ഭാഗമില്ലേ ഈ ഒരു പോർഷൻ ഫുൾ റെഡ് ആയിരിക്കും അപ്പം അതിന് വൈറ്റ് റെഡ് ഹെഡ് എന്ന് പറയും ഭയങ്കര റിസൾട്ട് വരും കാലിക്കോളത്തിൽ അടിച്ചത് അവിടെ അപ്പോൾ അതിന് തീർന്നു എനിക്ക് പിന്നെ 2-3 പൊട്ടിപ്പോയി മീൻ കൊണ്ടുപോകലത് പിന്നെ പച്ച കളർ ഉണ്ടായിനി ഈ പച്ചയില്ലേ ഇതിന്റെ വേറൊരു പച്ചയുണ്ട് ഏകദേശം ഇതേപോലത്തെ ഒരു പച്ചയുണ്ട് ഇത് കഴിഞ്ഞതാ ഈ ഒരു പച്ച ഉണ്ടോ ഈ ഒരു പച്ച ഉണ്ടോ ഇതിന്റെ കുറച്ച് കട്ടി കളറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒളിവലും ഇല്ലേ ആ പച്ച എന്ന് പറഞ്ഞാൽ കലക്കോളത്തിൽ ഭയങ്കര റിസൾട്ടാണ് പിന്നെ പിന്നെ എത്ര റേറ്റ് ഇത് ഞാൻ ഇന്നെടുത്ത അലിബാബ അലിയോ മറ്റേ ചൈനീസ് ആയിട്ടല്ലേ ചൈനയിൽ നിന്ന് എടുത്തത് ഡയറക്റ്റ് എടുത്തത് ഇത് ഞാൻ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് എടുത്തോണ്ട് അത് ഇന്നത്തെ 2 ബോക്സിനില്ലേ ജിഗ് അടക്കോ 150 റുപ്യ കിട്ടിന് ഇവിടെ ഒരു പീസിന് 30 റുപ്യ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 3000 രൂപ അല്ല ചൈന ചെറിയ സാധനം ചെറിയ ഇവിടുന്ന് എക്സ്പോർട്ട് കഴിഞ്ഞിട്ട് ആ ചാർജ് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര റിസൾട്ട് ഇപ്പോൾ ഇതിനെ ഒരുപാട് ഞാൻ പിടിച്ചിട്ടുണ്ട് ഈ സാധനത്തിൽ ഇതിന് 1-30 റുപ്യ അതിനല്ലേ ഇതിന് മാത്രം ഷാഡിന് മാത്രം ജിഗിനല്ല വിഷയം ജിഗിന് ഏറ്റവും കൂടുതൽ ചോദിച്ചത് അങ്ങനെ പിടിച്ച് ഇട്ട് വെച്ചാണ് ചെറുങ്ങനെ വെളിച്ചെണ്ണ പൊട്ടി പിടിക്കുന്നുണ്ട്